അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, ലോകത്തിൻ്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ വേദിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാഥൻ ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജനനത്തിലും ജീവിതത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനനത്തിന്റെ സമയത്താണല്ലോ ഒരുപാട് ബിംബങ്ങൾ തലകീഴായി മറിഞ്ഞു വീണത്. കാലങ്ങളായി വർഷങ്ങളായി ആരാധിച്ചു വരുന്ന പേർഷ്യൻ ജനതയുടെ തീകുണ്ടാരം അണഞ്ഞു പോയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണത്തിന്റെ കടലാണ്. തവാഫിൽ പോയ സമയത്ത് കുട്ടികളും ഭ്രാന്തന്മാരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹത്തേക്ക് കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അവശാനായി നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ ഈ കാണുന്ന പർവ്വതം അവരുടെ ദേഹത്തേക്ക് മറിച്ചിടാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വേണ്ട ജിബ്രീലേ, അവരിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അതായിരിക്കും ഹൈറെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഹബീബായ നബി തങ്ങൾ അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ കാരണത്തിന്റെ കടലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹബീബായ നബി തങ്ങളെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം മാതാപിതാക്കളെക്കാളും ഗുരുക്കന്മാരെക്കാളും സ്വന്തം ശരീരത്തിനേക്കാളും ഹബീബായ തങ്ങളെ പ്രിയം വെക്കുന്നത് വരെ ഒരാൾ ഒരു പൂർണ്ണ മുസ്ലിമാവുകയില്ല. ഹബീബായ തങ്ങളുടെ പേരിൽ നാം ഒരുപാട് സലാത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരിക്കൽ ഹജ്ജിന്റെ സമയത്ത് ഒരു വ്യക്തി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുകയാണ്. തവാഫിന് പകരം നിശ്ചയിച്ച ദിക്റുകൾക്ക് പകരം ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സലാത്ത് ചൊല്ലുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനും എന്റെ പിതാവും കൂടെയാണ് ഹജ്ജിന് പുറപ്പെട്ടു വന്നത്. എന്നാൽ വഴിയിൽ വെച്ച് എന്റെ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മുഖം നോക്കുമ്പോൾ ഒരു കഴുതയുടെ രൂപം പോലെയായി. അങ്ങനെ ഞാൻ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്നോട് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ അദ്ദേഹം എന്നും എന്റെ പേരിൽ സലാത്ത് ചൊല്ലും. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുന്നു. അത് വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്നും എന്റെ ജീവിതത്തിൽ സലാത്തിനെ മുറുകെ പിടിക്കുകയാണ്. നാം എന്നും ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചു. എങ്ങനെ നമുക്കും ഹബീബായ തങ്ങളുടെ പേരിൽ ഒരുപാട് സലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ പേരിൽ ഇഷ്ക് വെക്കുന്ന കൂട്ടരിൽ നമ്മളെയും അല്ലാഹു തആല കൂട്ടുമാറാവട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ തങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ദുആയോട് കൂടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി